കുട്ടികളുടെ വീട്ടുകാരോട് ചോദിക്കാണ്ട് നമ്മൾ നിക്കാതെ നടത്തിയാല്. ആരായി വീട്ടുകാര്? എന്റെ പിള്ളേരുടെ കാര്യം ഞാനാ തീരുമാനിക്കാൻ. എന്റെ പിള്ളേര് ചീത്തയായി പോയി. ഇനിയും വെച്ചോണ്ടിരുന്ന കുടുംബത്തിന് ചീത്തപ്പേര്. കാതറ് നാളെ വരുമ്പോ ഒരു താലിയും കൂടി വാങ്ങിക്കൊണ്ടുവരണം. ആ ശരി. വെനു, ഇതാ. ഇനി എന്റെ എല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് കടിക്കരുത്. വൈരക്കല്ലാണ്. അകത്ത് പോയാലുണ്ടല്ലോ ചത്തുപോകും. നിങ്ങൾ സന്തോഷമായിട്ടും സ്വരുമയായിട്ടും കഴിയുന്നത് കണ്ടാൽ മാത്രം മതി ഇനി എനിക്ക്. അഗ്നിസാക്ഷിയായിട്ടല്ല, ഈ വനഭൂമിയുടെ ശക്തിയായ വെള്ളച്ചാട്ടത്തെ സാക്ഷി നിർത്തി നമുക്ക് ഈ വിവാഹം നടത്താം. വന്നിക്ക് മക്കളെ. മക്കളെ, ഇങ്ങോട്ട് മാമിലി മായായിട്ട് മാറും നമ്മൾ. വെനു, ഇതാ ഇതവളുടെ കഴുത്തിൽ കെട്ട്. കുടിക്ക്. അയ്യേ. Let us dance. Come on. നമുക്ക് പിരിയാം. എന്റെ പിള്ളേർക്ക് ഉറങ്ങാൻ സമയമായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. അപ്പോഴേ ഒന്നിറങ്ങി വന്നേ. നമുക്കിത് അപ്പുറത്ത് കിടക്കാം. നമുക്ക് വയസ്സായില്ലേ? നമ്മുടെ ബെഡിൽ ഇനി പിള്ളേര് കിടക്കട്ടെ. നിങ്ങൾ കിടന്നു, ഞാൻ ഇപ്പൊ വരാം. മനസ്സിനൊരു തണുപ്പ് പോലെ, എന്തൊക്കെയോ ഒരു ഭാരം ഇറക്കിയ പോലെ. ആന്റി അങ്ങളും കിടന്നിരുന്ന കട്ടില. പേടിയുണ്ടോ?
ആരായിന്ന് അറിഞ്ഞു? എന്തിനാ കുടിച്ചേ? വെറുതെ ഒരു രസത്തിന്. അങ്ങനെ ഒരു രസം വേണ്ട, എനിക്കിഷ്ടല്ല. അനിക്കിഷ്ടല്ലെങ്കിൽ അനിയാണെ എന്നാണെ ഞാൻ കുടിക്കില്ല. പ്രോമിസ്? പ്രോമിസ്. നമ്മളിപ്പോ കുട്ടികളൊന്നല്ല കേട്ടോ, ഭാര്യയും ഭർത്താവുക. ആ സീരിയസ്നെസ് വേണം. ഉറക്കം വരുന്നില്ലേ? തലമാറി കിടന്നിട്ടാവും. സാരമില്ല, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയല്ലേ. നമ്മൾ ചെയ്യാനുണ്ടായിരുന്നതൊക്കെ ചെയ്തു തീർത്തു ഇല്ലേ? ഇനി എനിക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ കൂടെ കിടക്കാമല്ലോ. ഉറങ്ങാണ്. ഉണർത്തണ്ട, ഉറങ്ങട്ടെ. വിനു, വിനു, എഴുന്നേൽക്കുന്നേ, നേരം വെളുത്തു. ആന്റി, 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 വിനു, നമ്മുടെ ആന്റി. വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടാണ് ഇവരുടെ ഭർത്താവ് മരിച്ചത്. എന്നിട്ടും ആ മരണം മറന്ന് മനസ്സുകൊണ്ട് അയാളുമായി ജീവിച്ചവരാണിവർ. സ്നേഹിച്ച പുരുഷനോടൊപ്പം അന്ത്യം വരിക്കണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. നമുക്ക് ചേച്ചി അവിടെ ഒഴുക്കാം. തമാശകൾ പറയാനും കുടിക്കാനും വല്ലപ്പോഴുമൊക്കെ വഴക്കുകൂടാനും ആകെ ഉണ്ടായിരുന്ന കൂട്ടായിരുന്നു. മരണം കഴിഞ്ഞ വീടാണ്. ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പേടിയുണ്ടാവും. നിങ്ങൾ എന്റെ കൂടെ കോട്ടേജിൽ താമസിച്ചു. വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാം. ഞങ്ങളുടെ ആന്റിയുടെ വീട് വിട്ട് ഞങ്ങൾ എവിടേക്കും വരുന്നില്ല. All right. All right. പിന്നെ
വിനു, നമ്മൾ തെറ്റ് ചെയ്താൽ പിണങ്ങാനും ഇനി നമുക്ക് നല്ലത് പറഞ്ഞു തരാനും ആരാ ഉള്ളേ? ഇല്ല അനി. ആന്റി നമ്മളെ വിട്ട് എവിടേക്കും പോവില്ല. അങ്കിൾ മരിച്ചിട്ടും ആന്റിയെ വിട്ടു പോവാതിരുന്നില്ലേ? അതുപോലെ ആന്റി നമ്മളെ വിട്ട് എങ്ങും പോവില്ല. താത്തിയെ ഒടുവില് ഞമ്മക്കത് കിട്ടിയപ്പ എത്ര ചന്തയില നമ്മൾ പോയി അന്വേഷിച്ചിരിക്കുന്നു. ഇങ്ങോട്ടൊന്ന് ഭാര്യ ഇത് നോക്കി. മക്കൾ താത്തിയെ വിളിച്ചു. എന്തേ മോനെ? പറ, എന്തേ? ആന്റി ആന്റി മരിച്ചു പോയി കാതർക്ക. എന്താ നീ മുഖത്തൊരു വാട്ടം? സുഖമില്ലേ? ഒന്നുമില്ല, വിനുവിന് തോന്നിയതാവും. അല്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന സമയം കളഞ്ഞാൽ മതിയോ? പോയവരേതായാലും പോയി. ഇനി അതോർത്ത് ദുഃഖിക്കരുത്. കം ഔട്ട് ആൻഡ് ഫേസ് ലൈഫ്. യെസ് അങ്കിൾ. ഗുഡ്. വെറുതെ ഇരുന്നാൽ പറ്റില്ല. യു ഷുഡ് സ്റ്റാൻഡ് ഓൺ യുവർ ലെഗ്സ്. ചേച്ചിയുടെ വാഴ കൃഷിയില്ലേ, അത് നിങ്ങൾ നല്ലവണ്ണം നോക്കി നടത്തണം. പിന്നെ കോട്ടേജിൽ വന്നാൽ കുറെ കപ്പത്തണ്ട് ഞാൻ തരാം, അതുകൂടി നട്ടോളൂ. കാതർ ചന്തയിൽ പോകുമ്പോൾ കൊടുത്തയച്ചാൽ അത് വിറ്റ് തരും. ബി ആക്റ്റീവ്, ബി എ മാൻ. യെസ് അങ്കിൾ. ഗുഡ്. ഞാൻ മറ്റേ മക്കളെ ശരി.